ഊണിനൊരു സാമ്പാർ, അത് മലയാളിക്ക് നിർബന്ധം. എന്നാൽ എന്നും ഒരേ തരത്തിലുള്ള സാമ്പാർ ഉണ്ടാക്കിയാൽ അതെല്ലാവരും മടുക്കും. ഓരോ ദിവസവും ഓരോ തരത്തിൽ വ്യത്യസ്തമായി സാമ്പാർ ഉണ്ടാക്കിയാൽ അത് അടിപൊളിയല്ലേ? തികച്ചും സിമ്പിളായ 6 വെറൈറ്റി സാമ്പാറുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വളരെ ലളിതമായ വഴുതനങ്ങ സാമ്പാറാണ് ആദ്യത്തേത്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുപോലെയല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സാമാന്യം വലിയൊരു ബ്രിഞ്ചാള് വഴുതനങ്ങ ചെത്തി ഉപ്പുവെള്ളത്തിലിട്ടിരിക്കുന്നതാണ്. ഉപ്പുവെള്ളത്തിലിട്ടിരുന്നാൽ അധികം അതിൻ്റെ കളറ് മാറത്തില്ല. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞിട്ടിരിക്കുന്നത്. 1/4 കപ്പ് ചെറുപയർ പരിപ്പ് 15 മിനിറ്റ് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഇതിന് ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. തുവരപ്പരിപ്പോ കടലപ്പരിപ്പോ ചെറുപയർ പരിപ്പോ എടുക്കാം. ഞാനിവിടെ ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 10 ചുവന്നുള്ളി, 2 തക്കാളിപ്പഴം, ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് വലുതാക്കിയാണ് അരിഞ്ഞേക്കുന്നത്. 4 പച്ചമുളക്, കുറച്ച് മല്ലിയില, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. 2 നുള്ള് മഞ്ഞൾപ്പൊടി, കായംപ്പൊടി ഇതിൻ്റെ അളവ് ഞാൻ ഇടുമ്പം പറയാം. 1/4 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, ഒരു നെല്ലിക്ക വലിപ്പം, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം വാളംപുളി 10 മിനിറ്റായിട്ട് വെള്ളത്തിൽ കുതിരാനിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. 1/2 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, വെളിച്ചെണ്ണ, കുറച്ച് വെള്ളം. നമുക്ക് ഈ പരിപ്പൊന്ന് വേകാൻ വെക്കാം. ഇത് ഞാൻ കുതിർത്തിട്ടിരിക്കുന്ന പരിപ്പാണ്. അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. പരിപ്പ് വേകാനുള്ള വെള്ളം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കറാണ് ഇത്. 2 വിസിൽ കേട്ടാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും. ഇത് നമുക്ക് സവാളയും തക്കാളിപ്പഴവും ചുവന്നുള്ളി പച്ചമുളക് എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കണം. അതിനായിട്ട് ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വലിയ ചുവന്നുള്ളിയൊക്കെ ഒന്ന് പിളർന്ന് വെക്കാം. ചെറുതായിട്ട് അരിയണ്ട, ഇതെല്ലാം വെന്ത് വരുന്നതാണ്. വെളിച്ചെണ്ണ ചൂടായ ഇതിലേക്ക് കടുക് ചേർക്കാം. ഉലുവയും ചേർക്കാം. കടുക് ഉലുവായും പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. സവാള ചുവന്നുള്ളിയും കൂടെ ചേർക്കാം. പച്ചമുളക് ഒന്ന് പടർന്ന് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ പരിപ്പിനകത്ത് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ പൊടിക്കകത്തും മഞ്ഞൾപ്പൊടി ഉണ്ട്. ഉള്ളിയും സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അത്രയും മതി. അതിലേക്ക് വഴുതനങ്ങ ചേർക്കാം.
തക്കാളിപ്പഴം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇതിനുള്ള ഉപ്പ് ചേർക്കാം. പരിപ്പിനകത്തൊക്കെ ഉപ്പ് ഇട്ടതാണ്, എന്നാലും വഴുതനങ്ങയ്ക്ക് ഉപ്പ് പിടിക്കണമെങ്കിൽ നമ്മുടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. വഴുതനങ്ങ കുക്കറിൽ വേവിക്കാൻ പറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒത്തിരി വേവൊന്നും ഇതിനില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം. ഒന്ന് കുത്തി നോക്കിയാൽ മതി. വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, തക്കാളിപ്പഴവും വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. പരിപ്പ് ഒത്തിരി ഉടഞ്ഞു പോയിട്ടില്ല. അങ്ങനെ ഒത്തിരി ഉടയണമെങ്കിൽ ഒരു വിസിലും കൂടെ കേൾക്കണം. ഇതിപ്പം പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് സാമ്പാർ പൊടി ചേർക്കാം. ഇത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് മൂപ്പിക്കൊന്നും വേണ്ട. പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സാമ്പാർ പൊടി ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇതിന് ആവശ്യമുള്ള വെള്ളം ചേർക്കണം. തീ ഒന്ന് കൂട്ടി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. സമയത്ത് നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കാം. തക്കാളിപ്പഴത്തിൻ്റെയൊക്കെ പുളിക്ക് അനുസരിച്ച് വേണം വാളംപുളി ചേർക്കാനായിട്ട്. കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിയിട്ട് വേണം ഇനി പുളി ചേർക്കാൻ. തീ ഒന്ന് കൂട്ടിക്കൊടുത്ത് ഒന്ന് തിളയ്ക്കണം. ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. എനിക്കിപ്പോൾ ഉപ്പ് പോരായാണ്, ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞ് സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കായം പൊടി ചേർക്കാം. കായമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കണം. കായത്തിൻ്റെ ടേസ്റ്റ് മുമ്പ് നിൽക്കണമെങ്കിൽ അല്പം കൂടെ ചേർക്കണം. അല്പം കറിവേപ്പില ചേർക്കാം. മല്ലിയില ചേർക്കാം. നമ്മുടെ വഴുതനങ്ങ സാമ്പാർ റെഡിയായി. നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ഈ ഓണക്കാലത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു സാമ്പാർ ഒന്ന് വെച്ച് നോക്കണം. നല്ല രുചിയുള്ളൊരു സാമ്പാറാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ വറുത്തരച്ച ഒരു അടിപൊളി സാമ്പാറാണ് എടുത്തത്. വീഡിയോ കണ്ടാലോ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തുവരപ്പരിപ്പ് 20 മിനിറ്റ് ആയിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നത്. 3 പ്രാവശ്യം കഴുകി ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഒരു 2 ഇടത്തരം കാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു സാമാന്യം വലുപ്പമുള്ള ഒരു പീസ് വെള്ളരിക്ക, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു സവാളയുടെ പകുതി, ഒരു ഇടത്തരം സവാളയുടെ പകുതിയാണ്, ഒരു മുരിങ്ങക്ക, 3 പച്ചമുളക് അരിഞ്ഞത്, 2 തക്കാളിപ്പഴം അരിഞ്ഞത്, 5 വെണ്ടയ്ക്ക അരിഞ്ഞത്, 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 നെല്ലിക്ക വലിപ്പം വാളംപുളി, ഉപ്പ് ആവശ്യത്തിന്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, കായം 1/4 ടീസ്പൂൺ.
താളിക്കാനായിട്ട് വെളിച്ചെണ്ണ, വറ്റൽമുളക് 4 എണ്ണം, 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉലുവ, കറിവേപ്പില, വെള്ളം. നമുക്ക് ആദ്യമേ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇത് ഞാൻ 3 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ടിരുന്നതാണ്, അതുകൊണ്ടാണ് ആ വെള്ളം കൂടെ ഒഴിക്കുന്നത്. പിന്നെ അതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. വെള്ളം അല്പം കൂടെ ഒഴിക്കാം. നമുക്ക് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ കേട്ട് ഓഫ് ചെയ്തെടുക്കണം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ കേട്ട് ഓഫ് ചെയ്തിട്ടിരുന്നതാണ്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. വേവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കുന്നതുകൊണ്ടാണ് ഞാൻ 1 വിസിൽ കേട്ട് ഓഫ് ചെയ്തത്. സവാള, കാരറ്റ്, ഉരുളക്കിഴങ്ങ്, വെള്ളരിക്ക, പച്ചമുളക്, മുരിങ്ങക്കായ ഞാൻ ഇതിന്റെ കൂടെ ഇട്ട് വേവിക്കാറില്ല, ഇത് വേറെയാണ് വേവിച്ചെടുക്കുന്നത്. തക്കാളിപ്പഴം, കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. പരിപ്പ് നമ്മൾ ഉപ്പിടാതെയാണ് വേവിച്ചത്. പരിപ്പിന് ഉപ്പിട്ട് വേവിച്ചാൽ അത് വേഗം താമസിക്കുമെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് പരിപ്പ് ഉപ്പിടാതെ വേവിക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില. ഇത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കണം. ഇനി നമുക്കിത് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് മുരിങ്ങക്ക വേവിക്കാൻ വെക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങക്കായും കഷ്ണങ്ങളും ഒക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ അരയ്ക്കാനുള്ള തേങ്ങ വറുത്തെടുക്കാം. പിന്നെ ചൂടായ പാനിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഞാനിവിടെ ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. സ്പൂൺ കണക്കിന് പറഞ്ഞാൽ ഒരു 6-7 ടേബിൾ സ്പൂൺ തേങ്ങ കാണും. അതിൽ കൂടുതൽ, അല്പം കൂടെ കൂടുതൽ വേണമെങ്കിലും എടുക്കാം. ഇത് ആയി വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു ചുവന്നുള്ളി, ഇത് ഞാൻ മുമ്പേ പറയാൻ മറന്നുപോയി, ഒന്ന് ചെറുതായിട്ട് കീറി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉലുവ ചേർക്കാം. തേങ്ങ ഏകദേശം മൂപ്പായി. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം, മുളക് പൊടിയും ചേർക്കാം, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇത് തീയലിനൊന്ന് മൂക്കുന്നത് പോലെ അത്രയ്ക്ക് മൂത്ത് പോകണ്ട. ഇപ്പം ഇട്ട മുളകിൻ്റെയും
മഞ്ഞളിൻ്റെ മല്ലിപ്പൊടിയുടെ ഒക്കെ ഒന്ന് പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്പനേരം കൂടെ ഇളക്കാം. ഈ സമയത്ത് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ ചൂടിൽ കിടന്ന് തന്നെ അത് മൂത്തോളും. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കരിവ് കയറും. കാരണം നല്ല ചൂടാണ്, അതുകൊണ്ടാണ്. ഇപ്പം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പും നന്നായിട്ട് വെന്ത്. നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്ന് അരപ്പ് ചേർക്കാം. നമ്മൾ സാമ്പാർ പൊടി എല്ലാം വറുത്ത് നമ്മൾ പൊടിച്ച് വെച്ചതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. ആ പൊടി ഇപ്പം ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം പച്ചയായിട്ടാണ് എടുക്കുന്നെങ്കിൽ, അതായത് മല്ലിപ്പൊടി എല്ലാം പച്ചയാണെങ്കിൽ സാമ്പാർ പൊടിക്കുള്ള പരിപ്പ് എല്ലാം കൂടെ നമ്മൾ വറുക്കാനാണെങ്കിൽ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരപ്പിൻ്റെ ബാക്കി എല്ലാം കൂടെ ഇങ്ങോട്ട് ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ പുളിവെള്ളം മാത്രം ചേർത്താൽ മതി. കുറച്ചൊഴിച്ചിട്ട് അതിൻ്റെ പുളി ഒന്ന് നോക്കണം. തേച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ചേർക്കാം. ഇങ്ങനെയാകുമ്പോൾ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകത്തില്ല. നിങ്ങൾ ഇനി ഇങ്ങനെയൊന്ന് നോക്കണം. ആവശ്യത്തിന് മുരിങ്ങക്കായ വേഗവും ചെയ്യും. വെന്തുടഞ്ഞ് ഇതിൻ്റെ കൂടെ നാരായിട്ട് കിടക്കുകയും ഇല്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിൻ്റെ ഉപ്പും പുളിയും നോക്കണം. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പോ പുളിയോ എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഒഴിച്ച് ഇട്ട് കൊടുക്കണം. നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് കായം പൊടി ചേർക്കാം. കായത്തിൻ്റെ ടേസ്റ്റും എല്ലാം ഒന്ന് നോക്കണം. ഇപ്പം നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് താളിച്ചൊഴിക്കാം. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉലുവ ചേർക്കാം. വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കും വെണ്ടയ്ക്ക ചേർക്കാം. ഞാൻ വെണ്ടയ്ക്ക വറുത്താണ് ചേർക്കുന്നത്. നമുക്ക് വെണ്ടയ്ക്കകൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ അത് വെണ്ടയ്ക്ക മൂത്ത് വരുമ്പോൾ ഉപ്പ് നന്നായിട്ട് പിടിച്ചോളും. ഇത് വെണ്ടയ്ക്ക നന്നായിട്ട് മൂത്ത് വരണം. കരിഞ്ഞു പോകാതെ ചെറുതീയിൽ കഞ്ഞിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പം വെണ്ടയ്ക്ക മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സാമ്പാറിലേക്ക് ചേർക്കാം.
നമ്മുടെ തേങ്ങ വറുത്തരച്ച സാമ്പാർ റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ വെണ്ടയ്ക്കായും മുരിങ്ങക്കായും ഒക്കെ ഇങ്ങനെ വേവിച്ചെടുത്താൽ ഉടയാതെ തന്നെ കിടന്നോളും. അതാണ് കറിക്ക് നല്ലൊരു രുചിയാണ് അത് കടിക്കുമ്പോൾ. പെട്ടെന്നുണ്ടാക്കാവുന്ന ഉള്ളി സാമ്പാറാണ് അടുത്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ചുവന്നുള്ളിയാണ്. ഇത് വലിയ ഉള്ളിയാണ്. ഇത് ഒന്ന് കീറിയിട്ടിട്ടേ ഉള്ളൂ. 2-3 ഒക്കെ ആയിട്ട് കീറിയിട്ടിട്ടേ ഉള്ളൂ. ചെറുതായി അരിയരുത്. 3 പച്ചമുളക് കീറിയത്, 1 തക്കാളിപ്പഴം, 1/2 കപ്പ് തുവരപ്പരിപ്പ് 20 മിനിറ്റ് ആയിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നത്, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നെല്ലിക്ക വലിപ്പം വാളംപുളി വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചേക്കുന്നത്, താളിക്കാനായിട്ട് വറ്റൽമുളക് 4-5 എണ്ണം ഉണ്ട്, കടുക് ഉലുവായും 1/2 ടീസ്പൂൺ വീതം, 3/4 ടീസ്പൂൺ കായം, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം. ഈ പരിപ്പ് ഞാൻ 3-4 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിത് വേവിക്കാൻ ചേർക്കാം. ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. ഞാൻ ഇതിൻ്റെ അകത്ത് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി. പരിപ്പിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് വേവിക്കാം. ഇത് ചെറിയ കുക്കർ ആയതുകൊണ്ട് ഇതിനകത്ത് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ കേൾക്കണം. സാധാരണ കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേട്ടാൽ മതി. 4 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടിരുന്ന പരിപ്പ് വെന്തോന്ന് നോക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പ് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടെ ചേർക്കാം. ഇതിൻ്റെ അകത്ത് വേറെ കഷ്ണങ്ങളൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കഷ്ണമായിട്ട്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരൽപ്പം കറിവേപ്പില ചേർക്കാം. പരിപ്പിന് ഉപ്പിട്ട് വേവിച്ചതാണ്. ഉള്ളിക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒത്തിരി വഴന്ന് പോകണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഉള്ളി വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 തക്കാളിപ്പഴം, ഞാനിവിടെ വാളംപുളിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് 1 തക്കാളിപ്പഴമേ ചേർക്കുന്നുള്ളൂ. ഇത് ചേർക്കാം. തക്കാളിപ്പഴം ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇപ്പം ചേർക്കാം നമുക്ക്. അത് ഇനി സാമ്പാർ പൊടിയൊക്കെ ചേർക്കുമ്പോൾ എരിവ് കൂടുമോയെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ബാക്കി അന്നേരം ചേർക്കാം. മഞ്ഞൾപ്പൊടി, പരിപ്പിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. അതിൻ്റെ ബാക്കി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്തും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചക്കുത്തൽ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ചേർക്കാം. സാമ്പാർ പൊടി നമ്മൾ വറുത്ത് പൊടിച്ചതായതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ
വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, അത് കണ്ടു കാണുമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഇത് വെള്ളം വറുത്ത് പൊടിച്ചതായതുകൊണ്ട് ഇത് ഇപ്പം ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. പുളിവെള്ളം ഒഴിച്ചതും തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബാക്കി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. പുളി ചെന്നപ്പോൾ ഉപ്പ് കുറഞ്ഞു പോയി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം, ശരിക്ക് വെട്ടി തിളയ്ക്കണം. അതുവരെ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മൾ ഈ കൂട്ട് തിളയ്ക്കാൻ വെച്ചേക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കണം. ഇത് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. പുളിയൊക്കെ പാകമാണ്. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ സാമ്പാർ പൊടിയിൽ കായപ്പൊടി ഉലുവാപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ടേസ്റ്റ് പോരെങ്കിൽ ചിലർക്ക് കായവും ഉലുവായൊക്കെ മുമ്പ് നിൽക്കുന്നതാണ് ഇഷ്ടം. അതിന് ആവശ്യമുള്ള കായപ്പൊടി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അല്പം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതും ചൂടാക്കി പൊടിച്ച ഉലുവാപ്പൊടി ആയിരിക്കണം, വെറുതെ പച്ചയ്ക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കരുത്. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. ഇതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഉലുവായും കടുകും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർക്കാം. നമുക്ക് മുളക് മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. താളിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ഉള്ളി സാമ്പാർ റെഡിയായി. ഇത് ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത് അധികം ഒട്ടും കഷ്ണങ്ങളില്ല. ഉള്ളി മാത്രമാണ് ഇതിനകത്ത് കഷ്ണങ്ങളുള്ളത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത്. പരിപ്പില്ലാത്ത എന്ത് സാമ്പാർ, അങ്ങനെ പറയാൻ വരട്ടെ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെയും കിടിലൻ സാമ്പാർ ഉണ്ടാക്കാം. ഇത് ഞാൻ 3/4 കപ്പ് ചെറുപയർ 3 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. സാധാരണ നമ്മൾ സാമ്പാറിനെല്ലാം പരിപ്പാണ് ഉപയോഗിക്കാറ്. ഇപ്പം ഞാൻ ഇന്ന് ചെറുപയർ കൊണ്ടാണ് ഈ സാമ്പാർ വെക്കുന്നത്. ഒരു 6-7 വിസിൽ കൊണ്ട് ഈ ചെറുപയർ നന്നായിട്ട് വെന്തുടയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ സാമ്പാറിന് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറിയും എടുക്കാം. ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേറെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു ചെറിയ സവാള, ഒരു ചെറിയ കാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതി, 3 പച്ചമുളക്, 2 തക്കാളിപ്പഴം, 7 വെണ്ടയ്ക്ക. ഇതിൽ ഈ വെണ്ടയ്ക്ക ഞാൻ ഈ സാമ്പാറിന്റെ കൂടെ വേവിക്കാൻ ഇടുന്നില്ല, അത് വറുത്ത് തന്നെ ഇടണം. അതിന് വേണ്ടിയിട്ട് മാറ്റിയെടുക്കും. ബാക്കിയെല്ലാം നമുക്ക്
സാമ്പാറിന്റെ കഷ്ണങ്ങളുടെ രീതിയിൽ അരിഞ്ഞു വെക്കണം. ഇതിൽ ഒരു തക്കാളിപ്പഴി ഞാൻ ഇതിന്റെ കൂടെ ഇട്ട് വേവിക്കുന്നുള്ളൂ, ഒരെണ്ണം വഴറ്റിയെടുക്കാനുള്ളതാണ്. ഒരു കൈ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വലുതെന്ന് പറയാനില്ല, ഒരു ചെറുതും അങ്ങനെ മീഡിയം അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. 2 മുരിങ്ങക്ക ഇത് ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ മുരിങ്ങക്കായി ഞാൻ ഈ സാമ്പാറിന്റെ കൂടെ ഇട്ട് വേവിക്കുന്നില്ല, ഇത് പ്രത്യേകം വേവിച്ചെടുക്കുവാണ്. അല്ലെങ്കിൽ കുക്കറിൽ ഇട്ട് വെന്ത് കഴിയുമ്പോൾ മുരിങ്ങക്ക നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോകും. അങ്ങനെ മുരിങ്ങക്കയായിട്ട് കിടക്കാനായതുകൊണ്ട് ഞാൻ ഇത് വേറെ വെള്ളം ഉപ്പ് ഒഴിച്ച് വേവിച്ചെടുക്കുവാണ്. 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത മഞ്ഞൾപ്പൊടി തന്നെയാണ്. എല്ലാ മഞ്ഞൾപ്പൊടിക്കും ഒരുപോലെ കളർ അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മഞ്ഞൾപ്പൊടി കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കണം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എനിക്ക് മുളക് പൊടിയുടെ നിറം, ഈ ചുമന്ന നിറം സാമ്പാറിന് അല്പം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത്. ചിലർക്ക് അത് ഇഷ്ടമില്ല, അങ്ങനെയാണെങ്കിൽ സാമ്പാർ പൊടി മാത്രം ചേർത്താൽ മതി. ഇതിൻ്റെ അകത്ത് നമ്മൾ മുളക് ചേർത്താണ് ഈ പൊടി ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് അല്പം കൂടെ ചുവപ്പ് കളർ സാമ്പാറിന് വേണം, അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഇനി അതിൽ കൂടുതൽ ചുവപ്പ് നിറം വേണമെങ്കിൽ അതിന് അളവ് കൂട്ടണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെ അകത്തൊക്കെ മല്ലിപ്പൊടി ചേരുന്നതാണ്, പിന്നെ ഒന്ന് വഴറ്റിയെടുക്കാൻ മാത്രം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ എടുത്തന്നേ ഉള്ളൂ. 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ശർക്കര, ഒരു നെല്ലിക്ക വലിപ്പം വാളംപുളി. ഇത് കുതിർത്ത് വെക്കണം. ഇതിന് തക്കാളിപ്പഴത്തിൻ്റെയൊക്കെ പുളിക്ക് അനുസരിച്ച് വേണം വാളംപുളി വെള്ളം ചേർക്കാനായിട്ട്. കായം ടേസ്റ്റ് അനുസരിച്ച് ഞാൻ ഇടുമ്പം പറയാം. 1 ടീസ്പൂൺ നെയ്യ്, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം. ആദ്യം ഈ ചെറുപയർ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വെന്ത് കുഴയണം. അതുകൊണ്ടാണ് ഇത് ആദ്യമേ വേവിക്കുന്നത്. പച്ചക്കറിയുടെ കൂടെ ഇട്ടാൽ പച്ചക്കറി ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകും. അത്രയും നമുക്ക് സാമ്പാർ കഷ്ണങ്ങൾ അല്പം കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണല്ലോ നല്ലത്, ഉടയാതെ. അതുകൊണ്ട് ആദ്യം ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഇച്ചിരി ഏറെ വെള്ളം ചേർത്ത് വേവിക്കണം. ഇത് 6-7 വിസിൽ കേൾക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ചിലപ്പം വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും. ഇതിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് വേവിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് ഒരു 6 വിസിൽ കേൾക്കണം. ഇത് തന്നെ ഈ ചെറുപയർ തന്നെ വെച്ച് 6 വിസിൽ കേൾക്കണം. പിന്നെ ഓരോരുത്തരുടെയും കുക്കറിൻ്റെയൊക്കെ അനുസരിച്ച് അടുപ്പിനനുസരിച്ചൊക്കെ മാറ്റം വരും. ഏതായാലും നന്നായിട്ട് വെന്ത് കിട്ടണം. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 5 ലോ ഫ്ലെയിമിലും. ഇപ്പോൾ 6 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിലേക്ക് പച്ചക്കറി ചേർത്ത് ഒന്നോടെ വേവിച്ചെടുക്കണം. പച്ചക്കറികളെല്ലാം കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ വെണ്ടയ്ക്കായും മുരിങ്ങക്കായും ഇല്ല, അത് മുരിങ്ങക്ക സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കുവാണ്. ഇനി ഈ പച്ചക്കറി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. പയറിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 3 വിസിൽ. ഇനി പച്ചക്കറി കൂടുതൽ വേകണമെങ്കിൽ അതിനും കൂടുതൽ വിസിലാകാം. ഞാനിതോടെ 3 വിസിലാണ് കേൾപ്പിക്കുന്നത്. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ, 2 വിസിൽ ലോ ഫ്ലെയിമിൽ. പച്ചക്കറിയൊക്കെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക അങ്ങനെയുള്ളതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കാണാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെക്കണം.
ഇങ്ങനെ വെണ്ടയ്ക്ക വറുത്തിട്ടാൽ അധികം വെന്ത് അവിഞ്ഞു പോകുകയില്ല, നല്ല കഷ്ണങ്ങളായിട്ട് കിടക്കുകയും ചെയ്യും, നല്ല രുചിയുമായിരിക്കും. മുരിങ്ങക്ക വേറൊരു പാത്രത്തിൽ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം വെന്തുകൊണ്ടിരിക്കണം. വെണ്ടയ്ക്ക ഇനി ഒരല്പം തീ കൂട്ടി വെച്ച് വേണമെന്ന് വറുത്തെടുക്കാനായിട്ട്. ഇത് വറുക്കാൻ പറഞ്ഞാൽ ശരിക്കൊന്ന് വാടി വന്നാൽ മതി. എണ്ണയിൽ കിടന്ന വെണ്ടയ്ക്ക വേകുമ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ട്. ഇതിനൊരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പും പിടിച്ചോളും. ഉപ്പും വെണ്ടയ്ക്കയ്ക്ക് ഒരു നല്ല രുചി കിട്ടും. വെണ്ടയ്ക്ക ഇപ്പം ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് പച്ചക്കറി വെന്തതിൻ്റെ കൂടെയാണ് ഇടുന്നത്. ഈ എണ്ണ എടുക്കുന്നില്ല, ഈ വെണ്ടയ്ക്ക മാത്രമേ കോരി എടുക്കുന്നുള്ളൂ. ഇനി ആ എണ്ണയിലേക്ക് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി. ഉള്ളിക്ക് പ്രത്യേക ഉപ്പൊന്നും ഇടണ്ട. നമ്മൾ ആ വെണ്ടയ്ക്ക വറുത്ത ഉപ്പിന് ഈ എണ്ണയിലായതുകൊണ്ട് ആ ഉപ്പ് കാണാം. ഉള്ളിയും ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഉള്ളി ഒന്ന് ഒത്തിരി വെന്ത് പോകണ്ട. നമുക്ക് കോരി ആ പച്ചക്കറി വെന്തതിൻ്റെ കൂടെ ചേർക്കാം. കുറച്ച് എണ്ണ വെച്ചുകൊണ്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. ഞാൻ ഉലുവ എടുത്ത് വെക്കാൻ മറന്നുപോയി. ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. ഈ സമയത്ത് പുളി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെക്കണം. നമുക്ക് എന്തോരം പുളി അതിൻ്റെ അകത്ത് വേണമെന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് ഒരു തക്കാളിപ്പഴം അരിഞ്ഞത്. തക്കാളിപ്പഴം ഒന്ന് നന്നായിട്ടൊന്ന് വേകണം. ഒത്തിരി ഉടഞ്ഞു പോകണമെന്നല്ല, എന്നാലും നന്നായിട്ടൊന്ന് വേകണം. എന്നെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ആ രുചിയൊക്കെ ഈ എണ്ണയിലേക്ക് ഇറങ്ങുള്ളൂ. ഇപ്പം തക്കാളിപ്പഴം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം. ഏറ്റവും കുറച്ച് വെക്കണം, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യണം. ഇതൊന്നും കരിഞ്ഞു പോകരുത്. മല്ലിപ്പൊടി, സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ചൂടാക്കി എടുക്കുകയുള്ള ആകാവുള്ള. ഇപ്പൊ ഈ പൊടികളെല്ലാം ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഈ പൊടികളെല്ലാം കൂടെ മൂപ്പിച്ചത് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. മുരിങ്ങക്ക വേവിച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. പുളി ഇപ്പം ഒരല്പം പുളി ഇതിന് കുറവാണ്. അപ്പോഴത്തേക്കും ഞാൻ പുളി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഈ ഉള്ളിലേക്ക് ചേർക്കാം. ഇങ്ങനെ കുറച്ച് ചേർത്തിട്ട് അതിൻ്റെ പുളി ഒന്ന് നോക്കിയിട്ട് ചേർക്കുന്നുണ്ട്. ബാക്കി ഉപ്പും പുളി ഇപ്പം ആവശ്യത്തിനുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാം. ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഗ്രേവി വേണം, എനിക്കിപ്പോൾ ഇത് മതി. കൂടുതൽ ഗ്രേവി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ അകത്ത് പച്ചവെള്ളം ചേർക്കരുത്. ആ ശർക്കരയെ ഒന്ന് അരുത്ത് വരണം. ഈ കറി നന്നായിട്ടൊന്ന് തിളക്കണം. ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുവാണ്. നന്നായിട്ട് ഇളക്കി കൂട്ടണം. ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കണം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചതാണ്. ഇപ്പൊ ഈ 5 മിനിറ്റ് മൂടി വെച്ചത് എന്തിനാന്ന് വെച്ചാല് ആ ശർക്കരയുടെയും ഈ നെയ്യുടെ എല്ലാം ഗുണം ഇതിൻ്റെ അതോട്ട് ഇറങ്ങണം. നെയ്യ് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആവിയായി പോകുന്നത് പോലെ അതിന്റെ മണം അങ്ങ് പോകും.
ചെറുപയർ ചേർത്ത സ്പെഷ്യൽ സാമ്പാർ റെഡിയായി. ഇത് നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. മറ്റ് സാമ്പാർ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇതും. കൊഴുപ്പും എല്ലാം അതുപോലെ കിട്ടും. ഇനി പരിപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും ചെറുപയർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സാമ്പാർ വെച്ച് നോക്കണം. രുചിയും മണവും കൊഴുപ്പും കൊണ്ട് മനം കവരുന്നതാണ് തമിഴ് സാമ്പാർ. അതാണ് എൻ്റെ അടുത്ത വീഡിയോ. ഇത് ചോറിന് മാത്രമല്ല, ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ സാമ്പാറിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം വെള്ളരിക്ക, തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരു മീഡിയം സൈസ് കാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, ചെറുതല്ല നമ്മൾ സാമ്പാറിന്റെ വലുപ്പത്തിൽ അരിഞ്ഞത്, ഒരു കഷ്ണം പടവലങ്ങ, ഇത് ചെറിയ ഒരു കഷ്ണം പടവലങ്ങ കുരു തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 3 പച്ചമുളക്, ഒരു മുരിങ്ങക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അല്പം വലിപ്പം ഉള്ളതുകൊണ്ടാണ് ഇത്രയും കഷ്ണം വന്നത്. 2 വെണ്ടയ്ക്ക, 2 ചെറിയ ഉരുളക്കിഴങ്ങ് അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരു പച്ച വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പകരം കത്തിരിക്ക ആണെങ്കിലും എടുക്കാം. ഇത് ഞാൻ 10 മിനിറ്റ് ഉപ്പുവെള്ളത്തിലിട്ട് കറയൊക്കെ കളഞ്ഞതിന് ശേഷം പച്ചവെള്ളത്തിൽ എടുത്തിട്ടിരിക്കുന്നതാണ്. 2 തക്കാളിപ്പഴം, ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴമാണ് ഞാൻ കഷ്ണത്തിന്റെ കൂടെ ചേർത്ത് വേവിക്കുന്നത്. ഇത് അത് കഴിഞ്ഞ് ചേർക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് അരിയാതെ വെച്ചിരിക്കുന്നത്. 1/2 കപ്പ് തുവരപ്പരിപ്പ് 10 മിനിറ്റ് കുതിർത്ത് വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുന്നത്, ഒരു 15 ചുവന്നുള്ളി ഒന്ന് കീറി വെച്ചിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 നെല്ലിക്ക വലിപ്പം വാളംപുളി കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഇത് സാമ്പാർ പൊടി. ഞാൻ തമിഴ് സ്റ്റൈലിൽ ഉള്ള സാമ്പാറിന് വേണ്ടി പൊടിച്ച കൂട്ടാണിത്. അവരുടെ ഒരു രീതി, ഒരു പ്രത്യേക കൂട്ടാണല്ലോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 2 നുള്ളു ഉലുവ, 1 ടീസ്പൂൺ ശർക്കര ചീകിയത്, കടുക് വറക്കാനായിട്ട് 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, കായപ്പൊടി, ഇതിൻ്റെ അളവ് ഞാൻ ചേർക്കുമ്പം പറയാം, നെയ്യ്, അതിൻ്റെ അളവും ചേർക്കുമ്പം പറയാം എന്തോരം വേണമെന്ന്, കറിവേപ്പില, മല്ലിയില. നമുക്ക് പരിപ്പം കഷ്ണങ്ങളെല്ലാം കൂടെ ഈ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് കുതിർത്ത് വെച്ചിരിക്കുന്ന തോരപ്പരിപ്പ്, നമുക്ക് കഷ്ണങ്ങൾ ചേർക്കാം. കാരറ്റ്, പടവലങ്ങ, പച്ചമുളക്, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്. ഇതിൽ മുരിങ്ങക്കായും വെണ്ടയ്ക്കായും ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുന്നില്ല. എനിക്ക് അത് ഒത്തിരി ഉടഞ്ഞു പോകും, എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് മുരിങ്ങക്കായ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുമെന്നുള്ളൂ. വെണ്ടയ്ക്ക അവസാനം ഞാൻ അല്പം എണ്ണയിൽ വറുത്തെടുക്കുന്നതേ ഉള്ളൂ. അത് നമുക്ക് മാറ്റി വെക്കാം. വഴുതനങ്ങ, അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം, അല്പം കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം. ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം വേണം. ഒന്ന് മിക്സ് ചെയ്യാം. കഷ്ണങ്ങൾ കുക്കറിലാക്കി ഞാൻ അടുപ്പിൽ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് അടയ്ക്കാം. തീ ഹൈ ഫ്ലെയിമിലിടാം. ഇത് ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ചാണ് ഇതിൻ്റെ വേവ്. ഞാനിവിടെ 4 വിസിലാണ് കേൾപ്പിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും കുറച്ചിട്ട് 3 വിസിലും. 4 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടിരുന്നാണ്. ഇനി നമുക്കിതൊന്ന് നോക്കാം. കഷ്ണങ്ങളും പരിപ്പും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓണാക്കാം. മുരിങ്ങക്ക നമ്മൾ വേറെ വേവിച്ചതാണ്, അത് ഇതിലേക്ക് ചേർക്കാം. ഉപ്പിട്ടാണ് മുരിങ്ങക്ക വേവിച്ചത്. ഇതൊന്ന് തിളയ്ക്കണം. ആ കൂടെ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് വെച്ചത് ആ വെള്ളം കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അപ്പം സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. മറ്റൊരു പാൻ അടുപ്പിൽ വെക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ചേർക്കാവുന്നതാണ്. ഈ ചൂടായ എണ്ണയിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം. വെണ്ടയ്ക്കയ്ക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഒന്ന് വെന്ത് വരണം. വെണ്ടയ്ക്ക മൂത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ വെണ്ടയ്ക്ക മാത്രം നമുക്ക് എടുത്ത് മാറ്റാം. അത് ഞാൻ ആ സാമ്പാറിലേക്ക് തന്നെ ഇടുവാണ്. ഒരല്പം എണ്ണ കൂടെ നമുക്കതിൻ്റെ കൂടെ ചേർക്കാം. ഇതിലേക്ക് കടുക് ചേർക്കാം, ഉലുവ, ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം, കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതൊന്നും കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് ഒത്തിരി വെന്തങ്ങോട്ട് കറുത്ത് പോകാൻ നിൽക്കരുത്. അതിലേക്ക് തക്കാളിപ്പഴം ചേർക്കാം. ഈ തക്കാളിപ്പഴം ഒന്ന് വെന്ത് വരണം. തക്കാളിപ്പഴം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. വെന്ത് ഉടഞ്ഞൊന്നും ചേരണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് തീ ഓഫ് ചെയ്യാം. ഈ ചൂടിൽ തന്നെ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ പൊടിച്ചത്, ഇത് ചൂടാക്കി പൊടിച്ചതാണ്, സാമ്പാർ പൊടി, ഇത് നമ്മൾ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. 4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇതിൻ്റെ അകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ ചൂടിൽ തന്നെ ഇതൊന്ന് മൂത്തെടുത്താൽ മതി. നമ്മൾ നന്നായിട്ട് വറുത്ത് മൂപ്പിച്ചെടുത്ത് പൊടിച്ച് വെച്ചതാണ്. അതുകൊണ്ട് കൂടുതൽ തീ കത്തിച്ച് ഇനി ഇത് മൂത്ത് പോകണ്ട. ഇപ്പം ഈ ചൂടിലും ഈ ചൂടായ പാനിലും ഉള്ള മൂപ്പ് മതി. അപ്പം ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുത്ത് നിന്ന് മാറ്റാം. ഇപ്പം നമ്മളിവിടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടി ഉൾപ്പെടെയുള്ളത് ഈ സാമ്പാറിലേക്ക് ചേർക്കാം. ഇനി ഈ സാമ്പാറിൽ വെള്ളം കൂടുതൽ നമുക്ക് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. സാമ്പാർ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുവാണ്. അപ്പം നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് നെയ്യ് ചേർക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർക്കാം. മല്ലിയില ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം. നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെക്കണം. ഇപ്പം ഇത് 10 മിനിറ്റ് ആയിട്ട് അടച്ചു വെച്ചിരുന്നതാണ്. നെയ്യും ആ മല്ലിയിലയുടെ ടേസ്റ്റും എല്ലാം ഈ സാമ്പാറിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് നന്നായി അടച്ചു വെക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്താ മണം, എന്താ സാമ്പാർ! ഇതാണ് തമിഴ്നാട് സാമ്പാറിൻ്റെ സീക്രട്ട് റെസിപ്പി. നിങ്ങളും ഇനി ഈ സാമ്പാർ ഇതുപോലെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കഷ്ണങ്ങളില്ലാത്ത ഒരു സാമ്പാർ. തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഉറപ്പായിട്ടും കമന്റ്സ് അറിയിക്കണം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ് 10 മിനിറ്റ് മുമ്പ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. 3-4 പ്രാവശ്യം കഴുകിയിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത്.
1 സവാള, 1 തക്കാളിപ്പഴം, 2 പച്ചമുളക്, 4-5 കഷ്ണം ഉള്ളി, കറിവേപ്പില, 1 വലിയ നെല്ലിക്ക വലിപ്പം വാളംപുളി, സാമ്പാർ പുളി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ, 1/2 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ഉലുവ, ഉപ്പ്, കായം, വെളിച്ചെണ്ണ, വെള്ളം. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. 3-4 പ്രാവശ്യം കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പാണ്, അതുകൊണ്ട് ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഒഴിക്കാം. അതിൻ്റെ കൂടെ ചുവന്നുള്ളി, ഇത് വെന്തലിഞ്ഞോളം കൊണ്ട് മുറുക്കി ഒന്നും വേണ്ട. 2-3 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, 1 തണ്ട് കറിവേപ്പില. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇത് പരിപ്പ് വേകുന്നതിൽ അല്പം കൂടെ വെള്ളം ഇതിനകത്ത് വേണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കണം. 2 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടതാണ്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. പരിപ്പും ഉള്ളി എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ തക്കാളിപ്പഴം ഒന്ന് അരിഞ്ഞു ചേർക്കാം. ഇത് ഒത്തിരി വെന്തുടയുണ്ട്, അതുകൊണ്ടാണ് ആദ്യം ഇടാഞ്ഞത്. നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി അതിലേക്ക് ഉലുവ ചേർക്കാം. വറ്റൽമുളക് ചേർക്കാം. ഇപ്പം കറിവേപ്പില ചേർക്കാം. ഈ സവാള ചേർക്കാം. സവാളയൊന്ന് ശരിക്ക് വാടി കിട്ടിയാൽ മതി, ബ്രൗൺ നിറമാകുമൊന്നും വേണ്ട. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് മുളകിൻ്റെ നിറം ഒത്തിരി വേണ്ടെങ്കിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊള്ളണം. ഇത് ചെറു തീയിലൊന്ന് വഴറ്റണം. ഇതിൻ്റെ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ഒന്ന് പിഴിഞ്ഞ് ആ വെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും എല്ലാം കൂടെ വേവിച്ചത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം.
നമുക്ക് ഈ സാമ്പാറിന് എന്തോരം ചാറ് വേണം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിന്റെ ഉപ്പും പുളിയും നോക്കണം. തക്കാളി ഒത്തിരി വെന്തുടയാതെ ഇതുപോലെ കഷ്ണമായിട്ട് കിടക്കുന്നതാണ് നല്ലത്. അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കണം. അല്പം പുളിയും കൂടെ വേണം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പുളി നന്നായിട്ട് ഒന്നോടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ കായം പൊടിയാണ് ചേർക്കുന്നത്. അത് കായത്തിന്റെ ടേസ്റ്റ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കണം. ചിലർക്ക് കായം മുമ്പ് നിൽക്കുന്ന ഇഷ്ടമാണ്, ചിലർക്ക് കായത്തിന്റെ അളവ് കുറവ് നിൽക്കുന്നതാണ് ഇഷ്ടം. അതിനനുസരിച്ച് ചേർക്കണം. ഇപ്പൊ ഈ സാമ്പാറിൽ ഉപ്പും പുളിയും കായും എല്ലാം നന്നായിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അല്പം പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റിയായ സാമ്പാർ റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.